Let's start learning English. ഹലോ മക്കളെ, ക്ലാസ് 49ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. ആദ്യം തന്നെ ഇതുവരെ പഠിച്ച എല്ലാ ആക്ഷൻ വേർഡ്സും ഒന്ന് ഓടിച്ചു നോക്കാം, അതിൻ്റെ ബേസ് ഫോമും അർത്ഥവും. ലാസ്റ്റിൽ നിന്നും ഫസ്റ്റിലേക്ക് പോകാം. ഓക്കെ, റെഡിയല്ലേ? ലൂസ് നഷ്ടപ്പെടുക, തോൽക്കുക. വിൻ നേടിയെടുക്കുക, വിജയിക്കുക. പേയ് അടച്ചു തീർക്കുക, അടയ്ക്കുക. ലീവ് ഒഴിഞ്ഞു പോവുക. ബ്രേക്ക് തകർക്കുക, പൊട്ടിക്കുക. ബൈറ്റ് കടിക്കുക. ആൻസർ ഉത്തരം നൽകുക, മറുപടി കൊടുക്കുക. ക്വസ്റ്റ്യൻ ചോദ്യം ചോദിക്കുക, ചോദ്യം ചെയ്യുക. സേവ് സൂക്ഷിക്കുക, രക്ഷിക്കുക. എൻ്റർ പ്രവേശിക്കുക. ബോറോ കടം വാങ്ങുക. ക്യാച്ച് പിടിക്കുക. ത്രോ എറിയുക. റിസീവ് സ്വീകരിക്കുക. സെൻഡ് അയയ്ക്കുക. ക്ലോസ് അടയ്ക്കുക. ഓപ്പൺ തുറക്കുക. ലാഫ് ചിരിക്കുക. കോൾ വിളിക്കുക. റീച്ച് എത്തിച്ചേരുക, എത്തിപ്പിടിക്കുക. തിങ്ക് ചിന്തിക്കുക. ബിൽഡ് നിർമ്മിക്കുക. ഹോൾഡ് പിടിക്കുക. ലുക്ക് നോക്കുക. സേ പറയുക. ടെൽ പറയുക. ടോക്ക് സംഭാഷണം നടത്തുക. സ്പീക്ക് ആശയം വ്യക്തമാക്കുക. മോപ്പ് തുടയ്ക്കുക. സ്വീപ്പ് അടിച്ചു വാരുക. ഡസ്റ്റ് പൊടി തട്ടുക. ടൈഡി അടുക്കി വയ്ക്കുക. ക്ലീൻ വൃത്തിയാക്കുക, അഴുക്കകറ്റുക. ഡ്രൈ ഉണക്കുക, ഉണങ്ങുക. ക്രൈ കരയുക. ഫ്രൈ പൊരിക്കുക. ട്രൈ ശ്രമിക്കുക. പുൾ വലിക്കുക. പുഷ് തള്ളുക. അഡ്വൈസ് ഉപദേശിക്കുക. സ്പെൻഡ് ചെലവാക്കുക, ചെലവഴിക്കുക. സെൽ വിൽക്കുക. റൈസ് ഉയരുക, ഉദിക്കുക. ലെൻഡ് കടം നൽകുക. ലീഡ് നയിക്കുക. നോ അറിയുക. കീപ്പ് വയ്ക്കുക. ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക. ഹിയർ കേൾക്കുക. ഗിവ് നൽകുക. ഫ്രീസ് തണുത്തുറയ്ക്കുക. ഫൈൻഡ് കണ്ടെത്തുക. ഫൈറ്റ് വഴക്കിടുക. ഫീൽ തോന്നുക. ഫോൾ വീഴുക. ഫർഗിവ് പൊറുക്കുക. ഫർഗെറ്റ് മറക്കുക. ഡു ചെയ്യുക. ദിഗ് കുഴിക്കുക. ബിക്കം ആയിത്തീരുക. ബിഗിൻ തുടങ്ങുക. ബൈ വാങ്ങുക. ബ്രിങ് കൊണ്ടുവരിക. ടീച്ച് പഠിപ്പിക്കുക. മേക്ക് ഉണ്ടാക്കുക. പ്രിപ്പയർ തയ്യാറാവുക, തയ്യാറാക്കുക. കിക്ക് തൊഴിക്കുക. ഹിറ്റ് ഇടിക്കുക. ബീറ്റ് അടിക്കുക, തോൽപ്പിക്കുക. കോം ചീകുക. ഗ്രോ വളരുക, വളർത്തുക. വാച്ച് വീക്ഷിക്കുക. സീ കാണുക. ടേക്ക് എടുക്കുക. പുട്ട് ഇടുക. വെയർ ധരിക്കുക. ഡ്രോ വരയ്ക്കുക. പ്രേ പ്രാർത്ഥിക്കുക. സിംഗ് പാടുക. ഡാൻസ് നൃത്തം ചെയ്യുക. സ്ലീപ്പ് ഉറങ്ങുക. സ്റ്റാൻഡ് നിൽക്കുക. ലേൺ പഠിക്കുക. റൈറ്റ് എഴുതുക. കട്ട് മുറിക്കുക. കുക്ക് പാചകം ചെയ്യുക. ടേർ കീറുക. സ്വിം നീന്തുക. ഫ്ലൈ പറക്കുക. ക്ലൈം കയറുക. കം വരിക. ഗോ പോകുക. വാക്ക് നടക്കുക. സിറ്റ് ഇരിക്കുക. പ്ലേ കളിക്കുക. വാഷ് കഴുകുക.
ഡ്രിങ്ക് കുടിക്കുക, റീഡ് വായിക്കുക, ബ്രഷ് പല്ല് തേക്കുക, ഈറ്റ് തിന്നുക, ജംപ് ചാടുക, റൺ ഓടുക. നിങ്ങൾക്കിതൊക്കെ പറയാൻ കിട്ടിയോ? മക്കളെ, ഇന്ന് 49ാമത്തെ ക്ലാസ്സാണ്. 50ഓടുകൂടി നമ്മുടെ വീഡിയോ ക്ലാസ്സസ് തീരുകയാണ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾ തന്നെ അവലോകനം ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഭാഗം പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക. ഓക്കെ, 2ാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കുകളൊക്കെയും തന്നെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രവർത്തികൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, പക്ഷെ അത് ശരീരവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ട ക്രിയകളാണ്. ഓക്കെ, അതിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. ഞാൻ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, 2ാമത്തെ അറ്റൻഡൻസ് ഇട്ടല്ലോ അല്ലേ? നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന കാര്യം വിറയ്ക്കുക. ഈ വിറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിറയൽ ഓർമ്മ വരും അല്ലേ? വിറയ്ക്കുക എന്ന് പറയാൻ 2 വാക്കുകളുണ്ട്. ഷിവർ, ട്രെമ്പിൾ. ഷിവർ, ട്രെമ്പിൾ. അപ്പോൾ ഈ ഷിവർ, ട്രെമ്പിൾ ഈ 2 വാക്കുകളും ഒരുപോലെയല്ല നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഓക്കെ, ഷിവർ, ട്രെമ്പിൾ. നമ്മൾ തണുപ്പ് കാരണം വിറയ്ക്കുന്നതിന് നമ്മൾ ഷിവർ എന്ന് പറയും. ഷിവർ, SHIVER, ഷിവർ. നമ്മൾ തണുത്ത് വിറയ്ക്കുന്നതിന് ഷിവർ എന്ന് പറയും. നേരെ മറിച്ച് പേടി കാരണം, എക്സൈറ്റ്മെൻറ്റ് കാരണം, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള വീക്ക്നെസ്, ടയർഡ്നെസ് കാരണം നമുക്ക് ഉണ്ടാകുന്ന വിറയലിന് നമ്മൾ ട്രെമ്പിൾ എന്നാണ് പറയുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഷിവർ ആൻഡ് ട്രെമ്പിൾ. ഷിവർ ആൻഡ് ട്രെമ്പിൾ ഈ 2ഉം എന്ത് തന്നെയാണ്? വിറയ്ക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരിക. പക്ഷേ അത് ഡിഫറെൻ്റ് വിറയലുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് തണുപ്പ് കാരണമുള്ള വിറയൽ. തണുപ്പ് കാരണം വിറയ്ക്കുന്നതിന് ഷിവർ എന്ന് പറയും. തണുപ്പല്ലാതെ നമ്മൾ പേടി അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടയർഡ്നെസ് ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന വിറയൽ അല്ലെങ്കിൽ അങ്ങനെ വിറയ്ക്കുന്നതിനെ നമ്മൾ ട്രെമ്പിൾ എന്ന് പറയും. ഓക്കെ, ഷിവർ, ട്രെമ്പിൾ. ഷിവർ, ട്രെമ്പിൾ. SHIVER, ഷിവർ, 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 ഷിവർ. ഓക്കെ, ഷിവർ. ട്രെമ്പിൾ, 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 ട്രെമ്പിൾ. ഷിവർ, ട്രെമ്പിൾ. ഷിവർ, ട്രെമ്പിൾ. ഷിവർ, ട്രെമ്പിൾ. ഓക്കെ അല്ലേ മക്കളെ? 2ൻ്റെയും വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഇത് മാറി ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഷിവർ എന്ന് പറയേണ്ട എപ്പോഴാണ്? തണുത്ത് വിറയ്ക്കുമ്പോഴാണ്. പേടിച്ച് വിറയ്ക്കുമ്പോൾ ട്രെമ്പിൾ. ഓക്കെ, തണുത്ത് വിറയ്ക്കുക ഷിവർ, പേടിച്ച് വിറയ്ക്കുക അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിൽ വിറയ്ക്കുക അല്ലെങ്കിൽ ക്ഷീണം കാരണം വിറയ്ക്കുക അതിനെ ട്രെമ്പിൾ എന്ന് പറയും. ഓക്കെ, ഷിവർ, ട്രെമ്പിൾ. ഇനി നമുക്ക് ഈ 2 വാക്കുകൾ ഷിവർ, ട്രെമ്പിൾ ഈ 2 വാക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ നോക്കാം. ഓക്കെ, ഷിവർ, shivered, shivered, shivering, shivers. Shiver, shivered, shivered, shivering, shivers. ഓക്കെ, നമ്മൾ ഷിവർ എന്നുള്ള വാക്കിന് ED ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് V1, V2 ഫോമും V3 ഫോമും കിട്ടും. V1 ഫോം shiver, V2 ഫോം shivered, V3 ഫോം shivered, V4 form shivering, shivering, shivering. Okay, V5 form shivers. Okay, shiver, shivered,
shivered, shivering, shivers. Okay, V1 form base form shiver, V2 form past form shivered, V3 form past participle form shivered, V4 form present participle form shivering, V5 form third person singular present form shivers. Shiver, shivered, shivered, shivering, shivers. Shiver, shivered, shivered, shivering, shivers. Okay? ഇനി എന്താണ് tremble, 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 tremble. അതിൻ്റെ V2 ഫോം എന്താണ് trembled, trembled. V3യും trembled. V4 trembling, trembling, trembling. Okay? Trembling. V5 form trembles, trembles. Okay? Tremble, trembled, trembled, trembling, trembles. Tremble, trembled, trembled, trembling, trembles. Tremble, trembled, trembled, trembling, trembles. Okay? Trembling എന്ന് പറയും. Okay? Trembling എന്നല്ല, trembling അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. ചിലർ trembling എന്ന് പറയും. Trembling അല്ല, trembling. Okay? Tremble, trembled, trembled, trembling, trembles. Okay? Trembles. അപ്പോൾ രണ്ട് വാക്കും പഠിച്ചു. Shiver, tremble. Shiver, V1 form base form shiver, V2 form past form shivered, V3 form past participle form shivered, V4 form present participle form shivering, V5 form third person singular present form shivers. Tremble, V1 form base form tremble, V2 form past form trembled, V3 form past participle form trembled, V4 form present participle form trembling, V5 form third person singular present form trembles. V1 form base form tremble, V2 form past form trembled, V3 form past participle form trembled, V4 form present participle form trembling, V5 form third person singular present form trembles. Okay അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് shiver, tremble ഈ രണ്ട് വാക്കിൻ്റെയും V1, V2, V3, V4, V5 ഫോംസ് ഒന്ന് കോമൻറ്റ് ചെയ്യാം. അടുത്ത വാക്കാണ് കോട്ടുവായിടുക. യോൺ, യോൺ. കോട്ടുവായിടുക നമ്മളെല്ലാവരും ചെയ്യുന്നതാണല്ലേ? ദിവസവും ചെയ്യും. ഞാൻ എന്തായാലും ദിവസവും ചെയ്യും. നിങ്ങളും ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എൻ്റെ ക്ലാസ് കാണുമ്പോഴും നിങ്ങളിത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, കോട്ടുവായിടുക, യോൺ, കോട്ടുവായിടുക. ഞാനതിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ട്. കോട്ടുവായിടുക എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഇനി നിങ്ങൾ കൊളോക്കിയലി വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിത് കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ട് കോമൻറ്റ് ചെയ്യുക. കോട്ടുവായിടുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കോമൻറ്റ് ചെയ്യുക കേട്ടോ. കോട്ടുവായിടുക, യോൺ, കോട്ടുവായിടുക. Yawn, yawned, yawned, yawning, yawns. Yawn, yawned, yawned, yawning, yawns. Yawn, yawned, yawned, yawning, yawns. Okay? സ്പെല്ലിങ് ശ്രദ്ധിക്കുക. യോൺ എന്ന വാക്കിൽ ED ചേർത്ത് കഴിഞ്ഞാൽ V2ഉം V3യും ഫോംസായി. ING ചേർത്ത് കഴിഞ്ഞാൽ യോണിങ്, V4 ഫോമായി. S ജസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ യോൺസ്, V5 ഫോമായി. ഓക്കെ, V1 ഫോം ബേസ് ഫോം യോൺ, V2 ഫോം പാസ്റ്റ് ഫോം യോൺഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യോൺഡ്, V4 ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം യോണിങ്, V5 form third person singular present form yawns. Yawn, yawned, yawned, yawning, yawns. Yawn, yawned, yawned, yawning,
യോൺസ്. എന്ത് ചെയ്യണം? ഈ യോൺ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് ബപ്പ്. ബപ്പ്, ഏമ്പക്കം വിടുക. നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിലൂടെ വായു പുറത്തേക്ക് വിടുന്നതാണ് ഈ ഏമ്പക്കം വിടുക. അല്ലാതെയും നമ്മൾ വായിലൂടെ വായു വിടും അല്ലേ? ഓക്കെ, ഇത് ബപ്പ്, BURP, ബപ്പ്. നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ. നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയും, നമ്മൾ അവർക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പുറത്തിങ്ങനെ തട്ടി തട്ടി തടവി നമ്മൾ എന്ത് ചെയ്യും? ബപ്പ് ചെയ്യിക്കും. അല്ലെങ്കിൽ വായു പുറത്തേക്ക് വായിലൂടെ വിടുവിക്കും. അതെന്തിനാണ് ചെയ്യുന്നത്? അവിടെ കെട്ടിക്കിടക്കുന്ന വായു പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ വായുടെ മുകളിലായിട്ടുള്ള ഭക്ഷണമൊക്കെ ഒറ്റയടിക്കും പുറത്തേക്ക് വരും. അതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ബപ്പ്. ഓക്കെ, BURP, ബപ്പ്. ബപ്പ്, BURP, ബപ്പ്. ഓക്കെ അല്ലേ? ഈ ബപ്പ് എന്ന വാക്കിന് പകരമായിട്ട് നമുക്ക് ബെൽറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ബെൽറ്റ്, ബപ്പ്, ബെൽറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഓക്കെ, ഈ വായു വായിലൂടെ പുറത്തേക്ക് വിടുന്നതിന് നമ്മൾ വേറെ ഒരു വാക്ക് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇറക്റ്റേഷൻ. ഇറക്റ്റേഷൻ, 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 ഇറക്റ്റേഷൻ. ഓക്കെ, ബപ്പ്, ബെൽറ്റ്, ഇറക്റ്റേഷൻ, ഇതൊക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, ബപ്പ്, ബെൽറ്റ്, ഇറക്റ്റേഷൻ. ബപ്പ്, ബെൽറ്റ്, ഇറക്റ്റേഷൻ. ബപ്പ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ബപ്പ്, ബപ്ഡ്, ബപ്ഡ്, ബപ്പിംഗ്, ബപ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ED ആണ് എങ്കിലും നമ്മൾ പുഷ്ഡ് എന്ന് പറയുന്നത് പോലെ ഇവിടെ T ആണ് വരേണ്ടത്. BURPED ആണെങ്കിൽ കൂടിയും നമ്മൾ ഉച്ചരിക്കുക T എന്നാണ്. ബപ്ഡ്, ബപ്ഡ്. ഓക്കെ, ബപ്പ്, ബപ്ഡ്, ബപ്ഡ്, ബപ്പിംഗ്, ബപ്സ്. ബപ്പ്, ബപ്ഡ്, ബപ്ഡ്, ബപ്പിംഗ്, bubs. Okay, bup, bupped, bupped, bupping, bubs. Okay, V1 form base form bup, V2 form past form bupped, V3 form past participle form bupped, V4 form present participle form bupping, V5 form third person singular present form bups. Bup, bupped, bupped, bupping, bups. Bup, bupped, bupped, bupping, bups. Bup, bupped, bupped, bupping, bups. എന്ത് ചെയ്യാം? ഈ 5 ഫോംസും ഒന്ന് കോമൻറ്റ് ചെയ്യാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇക്കിളിടുക, എക്കിളിടുക. ഇക്കിളിടുക എന്നുള്ളത് ഇക്കിളിയാക്കുക എന്നുള്ള അതല്ല കേട്ടോ. ഇത് നമ്മൾ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വരില്ലേ, നമ്മൾ സംസാരിക്കാനൊന്നും പറ്റില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്, അതാണ് എക്കിളിടുക. എക്കിളിടുക, എക്കിട്ടം എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് ഹിക്കപ്പ്. ഹിക്കപ്പ്, HICCUP, ഹിക്കപ്പ്. എക്കിളിടുക. ഓക്കെ, എക്കിളിടുക, എക്കിട്ടം എന്നൊക്കെ പറയുന്നതാണ് ഈ ഹിക്കപ്പ്. HICCUP, ഹിക്കപ്പ്, ഹിക്കപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിഫറെൻറ്റ് വേർബ് ഫോംസ് നോക്കാം. ഓക്കെ, ഹിക്കപ്പ്, ഹിക്കപ്ഡ്, ഹിക്കപ്ഡ്, ഹിക്കപ്പിംഗ്, ഹിക്കപ്സ്. ഹിക്കപ്പ്, ഹിക്കപ്ഡ്, hiccuped, hiccuping, hiccups.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ED വെച്ചാണ് V2 ഫോമും V3 ഫോമും അവസാനിക്കുന്നത്. പക്ഷേ ഉച്ചരിക്കുന്നത് ട് ആണ്, ഡ് അല്ല. ട് ടി ആണ് ഉച്ചരിക്കുന്നത്. ഓക്കെ, ഹിക്കപ്ഡ്, ഹിക്കപ്ഡ്, ഹിക്കപ്ഡ്. ഓക്കെ, ഹിക്കപ്പ്, ഹിക്കപ്ഡ്, ഹിക്കപ്ഡ്, ഹിക്കപ്പിംഗ്, ഹിക്കപ്സ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിംഗ് ആണ്. HICCUPPED, HICCUPPED എന്നാണെന്ത് ഹിക്കപ്ഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, അത് PPക്ക് പകരം ഒരു P ഇട്ട് എഴുതുന്ന രീതിയുമുണ്ട്. അതായത് HICCUPED, അതിലും തെറ്റില്ല. ഓക്കെ, പക്ഷേ മോസ്റ്റ് കോമൺലി യൂഷ്വലി യൂസ് ചെയ്യുന്നതാണെന്ത് ഡബിൾ P. ഒരു P ആണെങ്കിലും തെറ്റില്ല. ഓക്കെ, HICCUPPED എന്നായാലും HICCUPED എന്നാണെങ്കിലും ശരിയാണ്. ഓക്കെ, പക്ഷെ ഉച്ചാരണം ഹിക്കപ്ഡ് എന്ന് തന്നെയാണ്. ട് ഹിക്കപ്ഡ്. ഓക്കെ, ഹിക്കപ്പ്, ഹിക്കപ്ഡ്, ഹിക്കപ്ഡ്, ഹിക്കപ്പിംഗ്, ഹിക്കപ്സ്. ഹിക്കപ്പ്, ഹിക്കപ്ഡ്, ഹിക്കപ്ഡ്, ഹിക്കപ്പിംഗ്, ഹിക്കപ്സ്. പലപ്പോഴും ഈ വാക്ക് പറയുമ്പോൾ എനിക്ക് ഒരു എക്കിട്ടത്തിൻ്റെ ഒരു ഇഫക്റ്റാണ് ശരിക്കും. ഹിക്കപ്പ്, ഒരു 2-3 തവണ ഹിക്കപ്പ് എന്ന് പറഞ്ഞു നോക്കിയേ. ഹിക്കപ്പ്, ഹിക്കപ്പ്, ഹിക്കപ്പ് എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന ഒരു ഇഫക്റ്റ് വരുന്നുണ്ട് അല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. തോന്നിയിട്ടുണ്ട് ടീച്ചറേ എന്ന്. ഓക്കെ, എന്തായാലും ഇവിടെ ഹിക്കപ്പ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒന്ന് കോമൻറ്റ് ചെയ്യാം. V1 ഫോം ഹിക്കപ്പ്, V2 ഫോം പാസ്റ്റ് ഫോം ഹിക്കപ്ഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഹിക്കപ്ഡ്, V4 ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫോം ഹിക്കപ്പിംഗ്, V5 form third person singular present form hiccups. V1 form base form hiccup, V2 form past form hiccuped, V3 form past participle form hiccuped, V4 form present participle form hiccuping, V5 form third person singular present form hiccups. അടുത്ത വാക്കാണ് ശ്വസിക്കുക. ബ്രീത്ത്, ബ്രീത്ത്, ബ്രീത്ത്. ശ്വസിക്കുക. ഇവിടെ 2 ചിത്രങ്ങൾ ടീച്ചർ വച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ളത് എയറോ നോക്കൂ, അകത്തോട്ടും പുറത്തോട്ടും. ബ്രീത്ത്. വലതുവശത്ത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ആ ചിത്രം ഉള്ളത് അല്ലേ? ഒരു ഭാഗത്തിൽ മൂക്കിനകത്തേക്ക് പോകുന്ന രീതിയിലാണ് എയറോസ് ഉള്ളത്, മറ്റേത് പുറത്തേക്കും. അപ്പോൾ ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നതിന് നമ്മൾ ബ്രീത്ത്, ശ്വസിക്കുക. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ബ്രീത്ത്, ആ ഒരു പ്രവൃത്തിയാണ് ബ്രീത്ത് എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകമായിട്ട് അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതിനെയും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബ്രീത്ത് ഇൻ അല്ലെങ്കിൽ ഇൻഹെയിൽ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ അല്ലെങ്കിൽ ഇൻഹെയിൽ. അതിന് നമ്മൾ ഉള്ളോട്ട് മൂക്കിലൂടെ വായു എടുക്കുന്നതിനെ ബ്രീത്ത് ഇൻ. ഓക്കെ, ഇനി പുറത്തോട്ട് നമ്മൾ വായു മൂക്കിലൂടെ വിടുന്നതിനെ ബ്രീത്ത് ഔട്ട് അല്ലെങ്കിൽ എക്സ്ഹെയിൽ. ബ്രീത്ത് ഔട്ട് അല്ലെങ്കിൽ എക്സ്ഹെയിൽ. ഇൻഹെയിലിൻ്റെ സ്പെല്ലിംഗ് INHALE, ഇൻഹെയിൽ. എക്സ്ഹെയിൽ എന്ന് പറഞ്ഞാൽ EXHALE, EXHALE, എക്സ്ഹെയിൽ. ഇൻഹെയിൽ, എക്സ്ഹെയിൽ. ഇൻഹെയിൽ അല്ലെങ്കിൽ ബ്രീത്ത് ഇൻ, എക്സ്ഹെയിൽ അല്ലെങ്കിൽ ബ്രീത്ത് ഔട്ട്. ഓക്കെ, ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസിക്കുക. ബ്രീത്ത്, ശ്വസിക്കുക. ഇനി ശ്വസിച്ചു, ശ്വസിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയണം അല്ലേ? ബ്രീത്ത്, ബ്രീത്ത്ഡ്, ബ്രീത്ത്ഡ്, breathing, breathes, breathe, breathed,
breathed, breathing, breathes. Breathed, breathes എന്നൊന്നും പറയരുത്. It's breathed. Okay? Breathe, breathed, breathed, breathing, breathes. Breathe, breathed, breathed, breathing, breathes. Okay? Okay അല്ലേ? ഇപ്പം എന്ത് ചെയ്യാം? ഇതൊക്കെ ഒന്ന് കോമൻറ്റ് ചെയ്യാം. V1 form base form breathe, V2 form past form breathed, V3 form past participle form breathed, V4 form present participle form breathing, V5 form third person singular present form breathes. Breathe, breathed, breathed, breathing, breathes. Okay? നമുക്കിത് ഒന്ന് സെൻറ്റൻസിൽ ഇട്ട് നോക്കാം. ഓക്കെ അല്ലേ? I breathe deeply. I breathe deeply. I breathe deeply. ഞാൻ ആഴത്തിൽ ശ്വസിക്കുന്നു. ഞാൻ ആഴത്തിൽ ശ്വാസം എടുക്കുന്ന ഒരാളാണ്. ഓക്കെ? I breathe deeply. ഞാൻ ആഴത്തിൽ ശ്വസിക്കുന്നു. She breathed a sigh of relief. She breathed a sigh of relief. She breathed a sigh of relief. അവൾ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇതാണ് നമ്മൾ മലയാളത്തിൽ ആ സെന്റൻസ് പറയുമ്പോൾ അങ്ങനെയാ പറയുക. പക്ഷെ ഇപ്പോൾ ആ സെന്റൻസിന് ടീച്ചർ ഒരു കറക്റ്റ് അതുപോലെ തന്നെ ആ ഇംഗ്ലീഷിൽ പറഞ്ഞതുപോലെ തന്നെ മാറ്റുവാണെങ്കിൽ ഇങ്ങനെയാണ്, സൈ ഓഫ് റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ ദീർഘനിശ്വാസം, ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാം. ആശ്വാസത്തിന്റെ ദീർഘനിശ്വാസം അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. അതാണ് സൈ ഓഫ് റിലീഫ്. ഷീ ബ്രീത്ത്ഡ്, അവൾ ശ്വസിച്ചു. അപ്പോൾ വാക്കായിട്ട് ടീച്ചർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരും? അവൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ശ്വസിച്ചു. ഓക്കെ, അങ്ങനെയാണ് വരിക. പക്ഷെ നമ്മൾ മലയാളത്തിൽ എങ്ങനെയാ അത് പറയുക? അവൾ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു, അല്ലെങ്കിൽ അവൾ ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പ് ഇട്ടു. ഓക്കെ, ഷീ ബ്രീത്ത്ഡ് a sigh of relief. She breathed a sigh of relief. അടുത്തത്, he has breathed easier since the surgery. He has breathed easier since the surgery. Surgery. Okay? സ്ട്രെസ് ഉള്ളത് സർക്കാണ്, അതാണ് കുറച്ച് നീണ്ടു പോകുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, ഹി ഹാസ് ബ്രീത്ത്ഡ് ഈസിയർ സിൻസ് ദ സർജറി. ഹി ഹാസ് ബ്രീത്ത്ഡ് ഈസിയർ സിൻസ് ദ സർജറി. ഓക്കെ, അവൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എളുപ്പത്തിൽ ശ്വസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്വസിച്ചിട്ടുണ്ട്. ഓക്കെ, ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൻ കൂടുതൽ എളുപ്പത്തിൽ ശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിക്കോളൂ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൻ കൂടുതൽ എളുപ്പത്തിൽ ശ്വസിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൻ കൂടുതൽ എളുപ്പത്തിൽ ശ്വസിച്ചിട്ടുണ്ട്. He has breathed easier since the surgery. He has breathed easier since the surgery. He has breathed easier since the surgery. Okay? They are breathing heavily after the run. They are breathing heavily after the run. They are breathing heavily after the run. ഓട്ടത്തിന് ശേഷം അവർ ശക്തമായി ശ്വസിക്കുന്നു, കനത്തിൽ ശ്വസിക്കുന്നു. ഓക്കെ, അത് നമ്മൾ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ശ്വസിക്കില്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. They are breathing heavily after the run.
They are breathing heavily after the run. He breathes through his nose. 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 അവൻ മൂക്കിലൂടെ ശ്വസിക്കുന്നു. ഓക്കെ, അതൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിട്ട് പറയാൻ ശരിക്കും എല്ലാവരും മൂക്കിലൂടെ തന്നെയാണ് ശ്വസിക്കുന്നത്. ഓക്കെ, ഹി ബ്രീത്സ് ത്രൂ ഹിസ് നോസ്. ഹി ബ്രീത്സ് ത്രൂ ഹിസ് നോസ്. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ടീച്ചർ ഈ സെന്റൻസസ് 3 തവണ വായിക്കാം. ടീച്ചറിന്റെ കൂടെ തന്നെ വായിക്കണേ. I breathe deeply. I breathe deeply. I breathe deeply. She breathed a sigh of relief. She breathed a sigh of relief. She breathed a sigh of relief. He has breathed easier since the surgery. He has breathed easier since the surgery. He has breathed easier since the surgery. They are breathing heavily after the run. They are breathing heavily after the run. They are breathing heavily after the run. He breathes through his nose. He breathes through his nose. He breathes through his nose. എന്ത് ചെയ്യാം? ബ്രീത്ത് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമൻറ്റ് ചെയ്യാം. അതുകൂടാതെ എന്ത് ചെയ്യണം? ഈ ഒരു സ്ക്രീനിൽ ആഡ്വേർബ്സ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് കാണുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ആഡ്വേർബ്സ് എന്നുള്ളത് ആഡ്വേർബ്സ് ഡാഷ് ഇടുക, ഏതൊക്കെയാണെന്ന് എഴുതുക. അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അഡ്ജക്റ്റീവ്സ് എന്ന് എഴുതുക, ഡാഷ് ഇടുക. എന്നിട്ട് ഏതൊക്കെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് എഴുതുക. അഡ്ജക്റ്റീവ്സ് ഇല്ലെങ്കിൽ എഴുതണ്ട, ആഡ്വേർബ്സ് ഇല്ലെങ്കിൽ എഴുതണ്ട. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് കോമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് കൂർക്കം വലിക്കുക. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്താണ്, നമുക്ക് മൂക്കിലൂടെ ശ്വാസം വലിക്കാൻ പറ്റാതെ വരികയും നമ്മൾ വായ തുറന്ന് ശ്വസിക്കുകയും ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് ഈ കൂർക്കം വലി എന്ന് പറയുന്നത്. ആ പ്രക്രിയയെ നമ്മൾ കൂർക്കം വലിക്കുക എന്ന് പറയും. ഓക്കെ, സ്നോ സ്നോ 6 കൊണ്ടാണ് അവസാനിക്കുന്നതെങ്കിലും നമ്മളത് ഉച്ചരിക്കുന്നില്ല, അത് സൈലന്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, സ്നോ സ്നോ SNORE snow SNORE snow SNORE snow കൂർക്കം വലിക്കുക. അടുത്തത് കൂർക്കം വലിച്ചു, കൂർക്കം വലിക്കുന്നു എന്നൊക്കെ പറയാം അല്ലേ? V1 form base form snow, V2 form past form snowed, V3 form past participle form snowed, V4 form present participle form snoring, V5 form third person singular present form snows. Snow, snowed, snowed, snoring, snows. Snow, snowed, snowed, snoring, snows. V1 form base form snow, V2 form past form snowed, V3 form past participle form snowed, V4 form present participle form snoring, V5 form third person singular present form snows. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും സ്നോ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമൻറ്റ് ചെയ്യാം. അടുത്തത് ചുമയ്ക്കുക അല്ലേ? ചുമയ്ക്കുക, കോഫ്. ചുമയ്ക്കുക, കോഫ്, COUGH, കോഫ്, കോഫ്, COUGH, കോഫ്, ചുമയ്ക്കുക.
കോഫ്, ചുമയ്ക്കുക. കോഫ്, ചുമയ്ക്കുക. ഇനി ചുമച്ചു, ചുമയ്ക്കുന്നു, ഇതൊക്കെ നോക്കണം അല്ലേ? കോഫ്, കോഫ്റ്റ്, കോഫ്റ്റ്, കോഫിംഗ്, കോഫ്സ്. കോഫ്, കോഫ്റ്റ്, കോഫ്റ്റ്, കോഫിംഗ്, കോഫ്സ്. ശ്രദ്ധിച്ചേ, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കോഫ്റ്റ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ. COUGHED. പക്ഷേ നമ്മൾ ഉച്ചരിക്കുന്നത് ട് എന്നാണ്, ജ് അല്ല. ട്, കോഫ്റ്റ്, കോഫ്റ്റ്, കോഫ്റ്റ്. ഓക്കെ? കോഫ്, കോഫ്റ്റ്, കോഫ്റ്റ്, കോഫിംഗ്, കോഫ്സ്. കോഫ്, കോഫ്റ്റ്, കോഫ്റ്റ്, കോഫിംഗ്, കോഫ്സ്. ഓക്കെ അല്ലേ? എന്ത് ചെയ്യാം? കോഫ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒന്ന് കോമൻറ്റ് ചെയ്യാം. V1 ഫോം ബേസ് ഫോം കോഫ്, V2 ഫോം പാസ്റ്റ് ഫോം കോഫ്റ്റ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കോഫ്റ്റ്, V4 ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫോം കോഫിംഗ്, V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം കോഫ്സ്. ഇനി അടുത്തത് തുമ്മുക അല്ലേ? ഹച്ചി എന്ന് നമ്മൾ ആക്കുന്നില്ലേ, അതാണ് തുമ്മുക. തുമ്മൽ അല്ലേ? തുമ്മുക. സ്നീസ്, 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 SNEEZE, സ്നീസ്, സ്നീസ്. തുമ്മുക, സ്നീസ്, തുമ്മുക, സ്നീസ്, തുമ്മുക. ഇനി തുമ്മി, തുമ്മുന്നു എന്നൊക്കെ പറയണം അല്ലേ? സ്നീസ്ഡ്, സ്നീസഡ് എന്നല്ല, സ്നീസ്ഡ്, സ്നീസ്ഡ്. പക്ഷേ V5 ഫോം സ്നീസസ് എന്ന് പറയും. സ്നീസസ്. ഓക്കെ? സ്നീസ്, സ്നീസ്ഡ്, സ്നീസ്ഡ്, സ്നീസിങ്, സ്നീസസ്. ഓക്കെ? സ്നീസസ്. ഓക്കെ? സ്നീസ്, സ്നീസ്ഡ്, സ്നീസ്ഡ്, സ്നീസിങ്, സ്നീസസ്. ഓക്കെ? ഇവിടെ V1 ഫോം ബേസ് ഫോം സ്നീസ്, V2 ഫോം പാസ്റ്റ് ഫോം സ്നീസ്ഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം സ്നീസ്ഡ്, V4 ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫോം സ്നീസിങ്, V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം സ്നീസസ്. സ്നീസ്, സ്നീസ്ഡ്, സ്നീസ്ഡ്, സ്നീസിങ്, സ്നീസസ്. ഓക്കെ? എന്ത് ചെയ്യാം? സ്നീസ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമൻറ്റ് ചെയ്യാം. അടുത്ത വാക്ക് തുപ്പുക. സ്പിറ്റ്, സ്പിറ്റ്, SPIT, സ്പിറ്റ്. തുപ്പുക, സ്പിറ്റ്, തുപ്പുക, സ്പിറ്റ്, SPIT, സ്പിറ്റ്. ഇനി തുപ്പി, തുപ്പുന്നു എന്നൊക്കെ എങ്ങനെ പറയാം? സ്പാറ്റ്, തുപ്പി, സ്പാറ്റ്, SPAT, സ്പാറ്റ്. സ്പിറ്റിംഗ്, തുപ്പുന്നു, സ്പിറ്റിംഗ്, സ്പിറ്റിംഗ്. ഓക്കെ? സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ്, സ്പിറ്റിംഗ്, സ്പിറ്റ്സ്. സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ്, സ്പിറ്റിംഗ്, spits. Spit, spat, spat, spitting, spits. Okay, V1 form base form spit, V2 form past form spat, V3 form past participle form spat, V4 form present participle form spitting, V5 form third person singular present form spits. Spit, spat, spat, spitting, spits. Spit, spat, spat, spitting, spits. ഈ വെർബ് സ്പിറ്റിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒന്ന് കോമൻറ്റ് ചെയ്യാം. ഓക്കെ? അടുത്ത വാക്കാണ് ഛർദിക്കുക. വൊമിറ്റ്, വൊമിറ്റ്, ഛർദിക്കുക.
VOMIT, vomit, vomit. ഛർദിക്കുക, vomit. Okay, vomit. ഇനി ഛർദിച്ചു, ഛർദിക്കുന്നു എന്നൊക്കെ പറയണം അല്ലേ? V1 form base form, vomit. V2 form past form, vomited. V3 form past participle form, vomited. V4 form present participle form, vomiting. V5 form third person singular present form, vomits. ഓക്കെ, ഇവിടെ വ എന്നുള്ളതിനാണ് സ്ട്രെസ് വേണ്ടത് വാക്കുകളിൽ. ഓക്കെ, സിലബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം VOMITED മതി, ഡബിൾ ടി വേണ്ട. ഓക്കെ, VOMITED മതി, ഡബിൾ ടി വേണ്ട. അതുപോലെ തന്നെ വൊമിറ്റിംഗ് എന്നുള്ളതിലും ഡബിൾ ടി ആവശ്യമില്ല. ഓക്കെ, VOMIT vomit, VOMITED vomited, VOMITING vomiting, VOMITS vomits. Okay, vomit, vomited, vomited, vomiting, vomits. Okay, V1 form base form vomit, V2 form past form vomited, V3 form past participle form vomited, V4 form present participle form vomiting, V5 form third person singular present form vomits. എന്ത് ചെയ്യാം? ഈ 5 ഫോംസും ഒന്ന് കോമന്റ് ചെയ്യാം. അടുത്തതാണ് വിയർക്കുക, സ്വെറ്റ്, SWEAT, സ്വെറ്റ്. വിയർക്കുക, സ്വെറ്റ്, വിയർക്കുക, സ്വെറ്റ്, SWEAT, സ്വെറ്റ്, വിയർക്കുക. ഇനി വിയർത്തു, വിയർക്കുന്നു എന്നൊക്കെ പറയണം അല്ലേ? V1 ഫോം ബേസ് ഫോം സ്വെറ്റ്, V2 ഫോം പാസ്റ്റ് ഫോം സ്വെറ്റ്. പക്ഷേ സ്വെറ്റഡ് എന്നും പറയാറുണ്ട്, സ്വെറ്റഡ് എന്നും പറയാറുണ്ട്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്വെറ്റ്, അതും തന്നെ സ്വെറ്റഡ് എന്ന് പറയാറുണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ യൂസേജ് സ്വെറ്റ് എന്ന് തന്നെയാണ്. ഓക്കെ, മോസ്റ്റ് കോമൺലി സ്വെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പലയിടങ്ങളിലും സ്വെറ്റഡ് എന്ന് കാണാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്വെറ്റ് എന്നാണ് മോസ്റ്റ് യൂഷ്വലി ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്വെറ്റ്, 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 സ്വെറ്റിംഗ്, സ്വെറ്റ്സ്, സ്വെറ്റ്, 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 സ്വെറ്റിംഗ്, സ്വെറ്റ്സ്. ഓക്കെ, V1 ഫോം ബേസ് ഫോം സ്വെറ്റ്, V2 ഫോം പാസ്റ്റ് ഫോം സ്വെറ്റ് അല്ലെങ്കിൽ സ്വെറ്റഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്വെറ്റ് അല്ലെങ്കിൽ സ്വെറ്റഡ്, V4 ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം സ്വെറ്റിംഗ്, V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസന്റ് ഫോം സ്വെറ്റ്സ്, സ്വെറ്റ്, 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 സ്വെറ്റിംഗ്, സ്വെറ്റ്സ്, സ്വെറ്റ്, 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 സ്വെറ്റിംഗ്, സ്വെറ്റ്സ്. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ഈ 5 വേർബ് ഫോംസും കോമന്റ് ചെയ്യാം. അടുത്ത വാക്കാണ് മൂത്രമൊഴിക്കുക, യൂറിനേറ്റ്, 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 നേറ്റ്. ഓക്കെ, യൂറിനേറ്റ്, URINATE, 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 urinate. അടുത്തത് മൂത്രമൊഴിച്ചു, മൂത്രമൊഴിക്കുന്നു എന്നൊക്കെ പറയണം അല്ലേ? V1 form base form urinate, V2 form past form urinated, V3 form past participle form urinated, V4 form present participle form urinating, V5 form third person singular present form urinates, urinate, urinated, urinated, urinating, urinates, urinate, urinated,
urinated, urinating, urinates, urinate, urinated, urinated, urinating, urinates. Okay, urinate, urinate. അതിലേക്കൊരു ഡി ചേർത്താൽ urinated. അത് urinate എന്നുള്ളതിൽ നിന്നും ഇ കളഞ്ഞിട്ട് ing ചേർത്താൽ urinating. അവസാനം എസ് ചേർത്താൽ urinates. urinate, urinated, urinated, urinating, urinates. ഓക്കെ അല്ലേ? ഈ 5 verb ഫോംസും കോമന്റ് ചെയ്യാം. അടുത്തത് മലം വിസർജിക്കുക. defecate, 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 മലം വിസർജിക്കുക. defecate, 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 defecate. ഇനി മലം വിസർജിച്ചു, മലം വിസർജിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയാം? defecated, defecating, defecated, defecating. V1 form base form defecate, V2 form past form defecated, V3 form past participle form defecated, V4 form present participle form defecating, V5 form third person singular present form defecates, defecates. Okay, defecate, defecated, defecated, defecating, defecates, defecate, defecated, defecated, defecating, defecates, defecate, defecated, defecated, defecating, defecates. V1 form base form defecate, V2 form past form defecated, V3 form past participle form defecated, V4 form present participle form defecating, V5 form third person singular present form defecates, defecate, defecated, defecated, defecating, defecates. എന്ത് ചെയ്യാം? ഈ 5 verb ഫോംസും ഒന്ന് കോമന്റ് ചെയ്യാം. അടുത്തതാണ് നമ്മൾ ബർപ്പ് എന്നുള്ള വാക്ക് പറഞ്ഞു അല്ലേ? അതെങ്ങനെയാണ്? വായു നമ്മുടെ വായിലൂടെ വരുന്നത്. ഇനി നമ്മൾ കീഴ്വായു വിടുക അല്ലെങ്കിൽ അധോവായു വിടുക. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഫാർട്ട്, ഫാർട്ട്, FART, ഫാർട്ട്, ഫാർട്ട്. ഓക്കെ, FART, ഫാർട്ട്. അധോവായു വിടുക അല്ലെങ്കിൽ കീഴ്വായു വിടുക. ഫാർട്ട്, ഫാർട്ട്, FART, ഫാർട്ട്. ഇനി നമുക്ക് ഫാർട്ട് എന്ന വാക്കിന്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഫാർട്ട്, ഫാർട്ടഡ്, ഫാർട്ടിങ്, ഫാർട്ട്സ്. ഫാർട്ട് അതിലേക്ക് ED ചേർത്ത് കഴിഞ്ഞാൽ V2ഉം V3 ഫോമും കിട്ടും. ഓക്കെ, V2 ഫോമും V3 ഫോമും കിട്ടും. ED ചേർത്ത് കഴിഞ്ഞാൽ ഫാർട്ടഡ്, ഫാർട്ടഡ്. ഇനി ING ചേർത്ത് കഴിഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം farting, farting. Okay, പിന്നെ farts, FARTS. Fart, farted, farted, farting, farts. Fart, farted, farted, farting, farts. V1 form base form fart, V2 form past form farted, V3 form past participle form farted, V4 form present participle form farting, V5 form third person singular present form farts. Fart, farted, farted, farting, farts. Fart, farted, farted, farting, farts. ഓക്കെ അല്ലേ മക്കളെ? ഈ 5 verb ഫോംസ് ഒന്ന് കോമന്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വാക്കുകൾ
ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളുടെ ഇംഗ്ലീഷ് വാക്കുകളാണ്. ചില ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതും ആവാം. എന്തു തന്നെയായാലും ഇതിൽ അറിയാത്ത വാക്കുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉച്ചാരണം ശരിയില്ലാത്ത വാക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുള്ള വാക്കുകളാണ് ശരിക്കും നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ വാക്കുകളും. കാരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വരുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഈ വക കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഈ വക സംഭവങ്ങൾ, ഈ ക്രിയകൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇംഗ്ലീഷ് വാക്കുകളായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ആയിട്ട് വരും. മറ്റ് ക്രിയകൾ അല്ലെങ്കിൽ മറ്റ് വേർബ്സ് നമ്മൾ പഠിക്കും പോലെയല്ല. ഇത് നമുക്ക് ഡെയിലി ഒരാഴ്ച 2 ആഴ്ചയിൽ തന്നെ നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് പൂർത്തിയായി വരും. കാരണം അത്ര തവണ നമ്മൾ ഉപയോഗിച്ചെന്ന് വരാം. ഓക്കെ, വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ശിവ, ട്രെമ്പിൾ. അത് രണ്ടിൻ്റെയും വ്യത്യാസം. ഒന്ന്, തണുപ്പ് കാരണം വിറയ്ക്കുന്നത് ശിവ. തണുപ്പ് അല്ലാത്ത കാരണങ്ങൾ, പേടി, എക്സൈറ്റ്മെന്റ്, ടയർഡ്നെസ്, ഇതൊക്കെ കാരണം വരുന്ന വിറയൽ, അതാണ് ട്രെമ്പിൾ. പിന്നെ കോട്ട് വായിടുക, യോൺ. ബർപ്പ് നമ്മൾ ഏമ്പക്കം വിടുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വായിലൂടെ വായു പുറത്തേക്ക് വിടുക. അതിന് നമ്മൾ വേറെ 2 വാക്കുകളും കൂടെ പഠിച്ചു അല്ലേ? ബർപ്പിന് നമ്മൾ ബെൽറ്റ് എന്നും അതുപോലെ തന്നെ ഇറക്റ്റേഷൻ എന്നും 2 വാക്കുകളുണ്ട്. ഓക്കെ, ഇറക്റ്റേഷൻ എന്നുള്ളത് പൊതുവെ മെഡിക്കൽ ടേമാണ്. പക്ഷെ അത് നമ്മൾ പലയിടങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ കണ്ടേക്കാം. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഓക്കെ, പിന്നെ വന്നത് ഹിക്കപ്പ്, എക്കിട്ടം അല്ലേ? പിന്നെ ബ്രീത്ത്, ശ്വസിക്കുക. സ്നോ, കൂർക്കം വലിക്കുക. സ്നോ, കൂർക്കം വലിക്കുക. ഓക്കെ, കോഫ്, ചുമയ്ക്കുക. സ്നീസ്, തുമ്മുക. സ്പിറ്റ്, തുപ്പുക. വൊമിറ്റ്, ഛർദിക്കുക. സ്വെറ്റ്, വിയർക്കുക. യൂറിനേറ്റ്, മൂത്രമൊഴിക്കുക. ജെഫക്കേറ്റ്, മലം വിസർജിക്കുക. ഫാറ്റ്, കീഴ്വായു വിടുക. ഓക്കെ അല്ലേ? എല്ലാ വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്തരം ഈ ഒരു ഗണത്തിൽ പെടുന്ന മറ്റേതെങ്കിലും വാക്ക് ടീച്ചർക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് നമ്മുടെ 50th ക്ലാസ്. ഓക്കെ, അതോടുകൂടി നിങ്ങളുടെ വീഡിയോ ക്ലാസ്, അതായത് 50 ദിവസം 500-ൽ പരം വാക്കുകൾ എന്നുള്ള എൻ്റെ വാഗ്ദാനം ഞാൻ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് അതിൽ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക മെസ്സേജായിട്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാ വാക്കുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് നിങ്ങളുടെ ഡെയിലി യൂസേജിൽ അത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി ഓട്ടമാണല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ആക്ഷൻ വേർഡ്സും ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട അല്ലേ? ഇന്ന് ടീച്ചർ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഓടിച്ചു വിടുന്നില്ല. ജസ്റ്റ് അത് ഞാൻ ആ പേജ് അവിടെ അവസാനമായിട്ട് ആ സ്ക്രീൻ വെക്കാം. നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? ആ വാക്കുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ടീച്ചർക്ക് അയക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ 49th ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഹാപ്പി ലേണിംഗ്.